മറ്റൊരു വാർത്തയിലേക്ക്. നവോത്ഥാന സംരക്ഷണ സമിതിയിൽ തർക്കം. സമിതിയുടെ വൈസ് ചെയർമാൻ ഡോക്ടർ ഹുസൈൻ മടവൂർ സ്ഥാനം രാജിവെച്ചു. മുസ്ലിം സമുദായം സർക്കാരിൽ നിന്ന് അവിഹിതമായി പലതും നേടിയെടുക്കുന്നുവെന്ന കേരള നവോത്ഥാന സമിതി ചെയർമാൻ കൂടിയായ വെള്ളാപ്പള്ളി നടേശന്റെ പ്രസ്താവനയിൽ പ്രതിഷേധിച്ചാണ് ഹുസൈൻ മടവൂർ രാജിവെച്ചത്. ഇന്നാണ് വെള്ളാപ്പള്ളി നടേശൻ ഇത്തരമൊരു പ്രസ്താവന നടത്തിയത്. ഇടതുപക്ഷ സർക്കാർ മുസ്ലിം പ്രീണനം നടത്തുന്നുണ്ടെന്നായിരുന്നു വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞത്. അതുകൊണ്ടാണ് ഈഴവ സമുദായം ഇത്തവണ ഇടതുപക്ഷത്തെ കൈയൊഴിഞ്ഞതെന്നും വെള്ളാപ്പള്ളി നടേശൻ ഇന്ന് രാവിലെ മാധ്യമങ്ങളെ കണ്ടപ്പോൾ പറഞ്ഞിരുന്നു. അതിനാൽ അദ്ദേഹം ഈ പ്രസ്താവന പിൻവലിക്കണമെന്നാണ് ഹുസൈൻ മടവൂർ ആവശ്യപ്പെടുന്നത്. ഹുസൈൻ മടവൂരിന്റെ പ്രതികരണത്തിലേക്ക് അദ്ദേഹം നവോത്ഥാന സംരക്ഷണ സമിതിയിലെ പദവി രാജിവെച്ചിരിക്കുകയാണ്. അദ്ദേഹം നടത്തിയിട്ടുള്ള ഈ പ്രസ്താവന അസത്യമാണ്, അപക്വവുമാണ്. എല്ലാ മതേതര ജനാധിപത്യ വിശ്വാസികളും ഒന്നിച്ചു നിൽക്കേണ്ട സമയത്ത് വർഗീയ ഫാസിസ്റ്റുകൾക്ക് മാത്രം ഉപകാരപ്പെടുന്ന വിധം അദ്ദേഹം സംസാരിക്കാൻ പാടില്ലാത്തതായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഈ സമീപനത്തിൽ എല്ലാവർക്കും പ്രതിഷേധമുണ്ട്. അതിൽ പ്രതിഷേധിച്ച് ഈ സമിതിയുടെ വൈസ് ചെയർമാൻ സ്ഥാനം ഞാൻ രാജിവെച്ചതായി അറിയിക്കുകയാണ്. കൂടുതൽ വിവരങ്ങൾ നൽകാൻ MS അനീഷ് കുമാർ ചേരുകയാണ് കോഴിക്കോട് നിന്ന്. അനീഷ്, ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണല്ലോ ഹുസൈൻ മടവൂരിന്റെ രാജി. നവോത്ഥാന സംരക്ഷണ സമിതിയിൽ ചെയർമാന്റെ പ്രസ്താവനയിൽ പ്രതിഷേധിച്ച് വൈസ് ചെയർമാൻ രാജിവെക്കുന്നു. വെള്ളാപ്പള്ളിയുടെ പ്രസ്താവന ഇതിനകം തന്നെ രാഷ്ട്രീയ കേരളം ചർച്ച ചെയ്യുകയാണ്. അത് മുസ്ലിം പ്രീണനം നടത്തുകയായിരുന്നു സർക്കാർ. അതിന്റെ പ്രതിഫലനം ഈഴവ സമുദായത്തിൽ ഉണ്ടായി, അതുപോലെ തന്നെ ക്രിസ്ത്യാനികളിലും ഉണ്ടായി. അങ്ങനെയാണ് ഇടതുപക്ഷത്തെ വോട്ട് ചോർച്ച ഉണ്ടായതും BJPക്ക് ഇവിടെ കയറി വരാൻ ഇടം കിട്ടിയതും എന്നും ഇപ്പോൾ ഹുസൈൻ മടവൂർ ഇത് ബാലിശമായി പോയി എന്ന് പറഞ്ഞ് തള്ളിക്കളയുകയാണല്ലോ. അപ്പോൾ നവോത്ഥാന സംരക്ഷണ സമിതിയിൽ തന്നെ ഇത് വലിയ പ്രശ്നമുണ്ടാക്കുകയല്ലേ ഇപ്പോൾ? തീർച്ചയായും ശബരിമല സ്ത്രീ പ്രവേശനവുമായി ബന്ധപ്പെട്ട് സർക്കാർ വലിയ പ്രതിസന്ധിയിലാവുന്ന ഒരു സാഹചര്യത്തിലാണ് നവോത്ഥാന സമിതി എന്ന രൂപത്തിൽ ഒരു മതേതര സ്വഭാവമുള്ള സമിതി സർക്കാർ രൂപീകരിച്ചത്. ഇതിന്റെ ചെയർമാനായി വെള്ളാപ്പള്ളി നടേശനെ നിയോഗിക്കുകയും വൈസ് ചെയർമാനായി ഹുസൈൻ മടവൂർ ഉണ്ടാവുകയും ചെയ്തിരുന്നു. ഈ സമിതിയുടെ പ്രവർത്തനങ്ങൾ തന്നെ കഴിഞ്ഞ ഏതാനും മാസങ്ങളായി കാര്യമായി നടക്കുന്നുണ്ടായിരുന്നില്ല. ഇതിനിടയിലാണ് ചെയർമാന്റെ ഭാഗത്തു നിന്നും അപക്വവും അനുചിതവുമായ പ്രസ്താവന ഉണ്ടായിരിക്കുന്നു. അതുകൊണ്ട് തന്നെ താൻ സമിതി വൈസ് ചെയർമാൻ സ്ഥാനം രാജിവെക്കുന്നുവെന്ന് ഹുസൈൻ മടവൂർ പറഞ്ഞിരിക്കുന്നത്. വെള്ളാപ്പള്ളി നടേശന്റേത് അപക്വവും വാസ്തവവിരുദ്ധവുമായ പ്രസ്താവനയാണ് എന്ന് അദ്ദേഹം പറയുന്നു. ഇടതുപക്ഷ സർക്കാർ മുസ്ലിം പ്രീണനം നടത്തുന്നു എന്നതുകൊണ്ടാണ് ഈഴവ സമുദായം കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ CPM-നെ അല്ലെങ്കിൽ ഇടതുപക്ഷത്തെ പൂർണ്ണമായും കൈവിഴിഞ്ഞത് എന്നത് വസ്തുതകൾക്ക് നിരക്കാത്തതാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹം ആ പ്രസ്താവന പിൻവലിക്കണം എന്നും പറയുന്നു. ഇടതുപക്ഷം കൂടുതലായി മുസ്ലിം വിഭാഗത്തോട് ചേർന്ന് നിന്നെങ്കിൽ മുസ്ലിം സമുദായം വോട്ട് ചെയ്ത് ഇടതുപക്ഷത്തെ ജയിപ്പിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായേനെ. പക്ഷേ അത് ഉണ്ടായില്ല. സ്ഥിതിഗതികൾ പരിശോധിച്ചാൽ പല കാര്യങ്ങളും മുസ്ലിം സമുദായത്തെ കഠിനമായി അവഗണിക്കുന്ന നിലപാടാണ് ഇടതു സർക്കാരിന്റെ ഭാഗത്തുനിന്നും ഉണ്ടായത്. മുസ്ലിം സംവരണം, വിദ്യാഭ്യാസ സൗകര്യങ്ങൾ, കോച്ചിംഗ് സെന്ററുകൾ, ആരാധനാലയ നിർമ്മാണത്തിനുള്ള തടസ്സങ്ങൾ തുടങ്ങി നിരവധി പ്രശ്നങ്ങളിൽ അനുകൂലമായ ഒരു തീരുമാനമല്ല LDF സർക്കാരിന്റെ ഭാഗത്തുനിന്നും ഉണ്ടായത്. ഒപ്പം ഈ ജെൻഡർ ന്യൂട്രാലിറ്റി, LGBT സംസ്കാരം എന്നിവയെല്ലാം കുട്ടികളിലേക്ക് കൊണ്ടുവരാനുള്ള ശ്രമങ്ങളും സർക്കാർ നടത്തുന്നു. ഇക്കാര്യങ്ങളെയൊക്കെ മുസ്ലിം സമുദായം ഒന്നാകെ തള്ളിക്കളഞ്ഞതാണ്. അതിന്റെ പ്രതിഫലനം തെരഞ്ഞെടുപ്പിൽ വരികയും ചെയ്തിരുന്നു. ഇത്തരമൊരു സാഹചര്യത്തിൽ ഈ വർഗീയ ശക്തികളെ ഒറ്റപ്പെടുത്താൻ മതേതര വിശ്വാസികൾ, മതേതര വിഭാഗങ്ങൾ ഒന്നിച്ചു നിൽക്കേണ്ട ഒരു സാഹചര്യത്തിൽ ഈ വെള്ളാപ്പള്ളി പുറത്തിറക്കിയ അല്ലെങ്കിൽ വെള്ളാപ്പള്ളിയുടെ വാക്കുകൾ ഈ വർഗീയ ഫാസിസ്റ്റ് ശക്തികൾക്ക് മാത്രമേ കരുത്തു പകരൂ എന്നും അദ്ദേഹം വ്യക്തമാക്കുന്നു. എന്തായാലും ഇത്തരമൊരു പ്രസ്താവന നടത്തിയ സാഹചര്യത്തിലാണ് താൻ സ്ഥാനം രാജിവെക്കുന്നുവെന്ന് ഹുസൈൻ മടവൂർ അറിയിച്ചു. ശരി, MS അനീഷ് കുമാറാണ് വിവരങ്ങൾ നൽകിയത്.